മഴക്കാലമായി ഓൺലൈൻ ന്യൂസുകാർ അവർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വളരെയധികം തള്ളിമറിക്കുന്ന സമയമാണിപ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 1-2 ആഴ്ചയായിട്ട് എല്ലാ ചാനലുകളിലും എങ്ങനെയെങ്കിലും കേരളത്തിൽ ഇല്ലാത്ത ഒരു പ്രളയം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഡാമുകൾ, പൊട്ടാത്ത ഡാമുകൾ ഇതാ ഇപ്പോൾ പൊട്ടും നാളെ പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ആളുകളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആളുകളെ പാനിക്കാക്കുന്ന രൂപത്തിലുള്ള വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയിട്ട് വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഓൺലൈൻ ന്യൂസുകാരുണ്ട്. ഈ ഓൺലൈൻ ന്യൂസുകാരിന്ന് ചറപറ ഓൺലൈൻ ന്യൂസുകാരാണ്. ഒരു ക്യാമറ, ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് മാധ്യമപ്രവർത്തകരായി. എന്നിട്ടൊരു ന്യൂസും ഇല്ലാത്ത ഈ സമയം നോക്കിയിട്ട് ആളുകളെ പാനിക്കാക്കുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് പൊട്ടി വരുന്ന വേറൊരു ന്യൂസാണ് മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാർ ഇതാ നാളെ പൊട്ടും, ഇന്ന് പൊട്ടും, മറ്റന്നാളെ പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലാതെ അവിടെ ജീവിക്കുന്ന ഈ ഡാമുകൾക്ക് സമീപം താമസിക്കുന്ന ആളുകളൊക്കെ പേടിപ്പെടുത്താനും അവരെ പാനിക്കാക്കുന്ന രൂപത്തിലുള്ള വ്യാജ വാർത്തകൾ. ഈ മുല്ലപ്പെരിയാർ വിഷയം 2006 തോന്നുന്നത്. ഇതുപോലെ തന്നെ വലിയൊരു വിഷയം വന്നു. ഡാം വളരെയധികം ഡാമേജാണ്, അതുപോലെ തന്നെ ഡാമിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് രാഷ്ട്രീയക്കാരൊക്കെ രംഗത്തിറങ്ങുകയും വലിയ സമരം നടക്കുകയും ചെയ്തു. അന്ന് തന്നെ ഡാം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷവും ഒരുപാട് കാര്യമായ രീതിയിൽ തന്നെ ഡാമിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തതിൻ്റെ ഇനി പുറമെ ഡാമിന് യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരിയല്ല. നോക്കടാ, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ആളുകളെ പാനിക്കാക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടാണിരുന്നാലും ശരി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ. നമ്മളെ പോലെ തന്നെ മനുഷ്യന്മാരാണല്ലോ അവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ, ഏത് രൂപത്തിലായിരിക്കും അവിടെ ജീവിക്കുന്നത്? ഇവർക്ക് സ്വസ്ഥമായിട്ടൊരു രാത്രി ഇവരെങ്ങനെ കിടന്നുറങ്ങും? നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ. അപ്പോൾ ഇവരെ ഈ സമയമായി കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആളുകളെ മുഴുവനും പാനിക്കാക്കുക. മുല്ലപ്പെരിയാർ പൊട്ടാൻ പോവുകയാണ്, നാളെ പൊട്ടും, ഇന്ന് പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ നിരന്തരമായിട്ട് പേടിപ്പെടുത്തുന്ന ന്യൂസുകൾ പടച്ചുവിടുന്ന ഓൺലൈൻ ചാനലുകൾക്കെതിരെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും നിയന്ത്രണമില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകാത്തത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ 2018 പ്രളയം ഈ വർഷം വരും. ഇപ്പോൾ വേറെ ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇല്ലാത്ത പ്രളയം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി തീർക്കുക. 2018 പ്രളയം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രളയം 2025 വരുന്നു. ആരാണ് ഇവരോട് പറഞ്ഞത് പ്രളയം വരുന്നൊക്കെ? കാലാവസ്ഥാ പ്രവചനങ്ങൾ തന്നെ എത്ര പ്രാവശ്യം അത് തെറ്റിയിട്ടുണ്ട്. പ്രവചനങ്ങളൊക്കെ നടക്കാത്ത ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഴ വരും എന്ന് പറഞ്ഞിട്ട് മഴ വരാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രളയം വരുമെന്ന് ഇവരോട് ആരാ പറഞ്ഞത്? ഓരോ ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ യാതൊരു തെളിവുണ്ടാവില്ല, അല്ലെങ്കിൽ യാതൊരു പ്രൂവും ഇല്ലാതെയാണ് ഇവർ ഈ തള്ളി മറിക്കുന്നത്. രണ്ടാളുകൾ കൂടിയിരുന്നിട്ട് 2018 പ്രളയം ഈ വർഷം 2025 വരുന്നു. ഇന്നലെ ഞാൻ കണ്ട 2 ആൾ കൂടി ഇരുന്നിട്ട് തള്ളി മറിക്കുക. ഒരാൾ പറയുന്നു ഡാം പൊട്ടും, ഈ പ്രാവശ്യം പൊട്ടും. ആരാ ഇവരോട് പറഞ്ഞു ഡാം പൊട്ടുന്നു? അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നിട്ടായിരിക്കും അവർ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യം കൂടെ നോക്കടാ. അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു മാനസിക നില കൂടെ നമ്മൾ പരിഗണിക്കണം. അവരൊക്കെ നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ്. രാത്രി കിടന്നുറങ്ങി, രാത്രി എങ്ങാനും നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ എങ്ങാനും ഡാം പൊട്ടിയാൽ എന്ന് ചിന്തിച്ചിട്ട് ഈ പാവങ്ങൾക്ക് ഒരു രാത്രി ശരിക്കും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇത്തരം ചാനലുകൾക്കെതിരെ തീർച്ചയായിട്ടും നടപടിയെടുക്കണം. ഇത്തരം ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്ന ചാനലുകൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.